Hi viewers, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ. ജിയോ കിച്ചൻ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചക്ക കറി ഉണ്ടാക്കിയപ്പോഴത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ മാതിരി ചക്ക ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ അരിയാണ്. ഇത് ജീരകശാല അരി 2 കപ്പാണ്. ഇത് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിനെപ്പറ്റി ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ബാസുമതി അരിയാണ് ഉപയോഗിക്കുക. ഈ അരി ഉപയോഗിക്കാറില്ല. പക്ഷേ ഞാനൊരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഈ അരി ഉപയോഗിച്ച് ഞാൻ ബിരിയാണി ഒരു തലശ്ശേരി ദം ബിരിയാണി സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഞാൻ ജീരകശാല എടുത്തത്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ തൈരുണ്ട്. ഒരു 1.5 കപ്പ് ഒരു കപ്പ് തൈരുണ്ട്. പിന്നെ മല്ലിയിലയുണ്ട്, പുതിന ഇലയുണ്ട്. ഇത് പിസ്ത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വളരെ കനം കുറഞ്ഞ് സവാള അരിഞ്ഞിട്ട് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിസ്ത എന്ന് പറയുന്നത്. പിന്നെ ഒരു ചെറിയ സവാളയുണ്ട്. പച്ചമുളക് അത്ര അത്യാവശ്യമൊന്നുമില്ല, മുളക് പൊടി ചേർക്കുന്നത്, എന്നാലും അല്പം പച്ചമുളക് ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഉണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ പ്യൂരി. പിന്നെ ജീരകമുണ്ട്. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുണ്ട്. പിന്നെ അരിക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ സ്റ്റാർ അനീസ്, നമ്മുടെ തക്കോലം ഇതുണ്ട്. പിന്നെ ബിരിയാണി മസാലയുണ്ട്. പിന്നെ നമുക്ക് അല്പം ഘീ ഉണ്ട്. പിന്നെ കേവട വാട്ടറുണ്ട്. കേവട വാട്ടർ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചതാണ്. കേവട നമ്മുടെ റോസ് വാട്ടറിനൊക്കെ പകരമായിട്ട് അല്പം ഘീ ഉണ്ട്. പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് ഇതിന് വേണ്ടി. ഈ ഐറ്റങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഇതൊക്കെ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് പൊക്കോളും. വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലല്ലേ. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സവാള എന്ന് പറഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ചൂടാകുമ്പോൾ നമുക്ക് സവാള ഇടാം. നമുക്ക് സവാള ഇടാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പച്ചമുളക്, ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്ര അത്യാവശ്യമൊന്നുമില്ല. നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. സവാള അധികം വഴന്ന് വരേണ്ട ആവശ്യമില്ല. ഇത് ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ പിസ്ത ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അധികം സവാളയുടെ ആവശ്യമില്ല. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. നമുക്കിനി കുറച്ച് പിസ്ത ചേർക്കാം. കുറച്ച് പിസ്ത നമ്മൾ ചോറിൻ്റെ മുകളിൽ വിതറുന്നതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ടൊമാറ്റോ പ്യൂരിയാണ് ചേർക്കുന്നത്. ടൊമാറ്റോ പ്യൂരി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായതുകൊണ്ട് ഒരു ടീസ്പൂൺ ജീരകം ചേർക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് പുതിന ഇല ചേർക്കണം. കുറച്ച് പുതിന ഇല, കുറച്ച് മല്ലിയില, ഇതൊക്കെ കുറച്ച് ബാക്കി വെച്ചേക്കാണ്. ചോറിൻ്റെ മുകളിൽ വിതറാനും കൂടെ കുറച്ച് ബാക്കി വെച്ചേക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ള തൈരാണ്. കട്ടത്തൈരാണ്.
ഇനി നമുക്ക് ചേർക്കാനുള്ളത് ചക്ക വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഇത് നമ്മൾ ചക്ക സബ്ജി ഉണ്ടാക്കി വെച്ചിരുന്നതിൻ്റെ ബാക്കിയാണ്. അതുകൊണ്ട് ഞാനത് പ്രത്യേകം പറയുന്നില്ല. കാരണം ഇതിന് ചക്ക കുറച്ച് ഷാലോ ഫ്രൈ ചെയ്യുക. ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ എടുത്തു വെച്ച ഇതാണ്. നമുക്ക് എല്ലാം കാണിക്കാനുള്ള സമയമില്ലാത്ത കാരണമാണ് ഞാനിങ്ങനെ ഷോർട്ട് കട്ട് ചെയ്യുന്നത്. ഏതായാലും നമ്മൾ ചക്ക ഇട്ടൊന്ന് ഇളക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളൊന്ന് ഉപ്പ് നോക്കേണ്ടി വരും. ഉപ്പ് കുഴപ്പമില്ല, ഉപ്പുണ്ട്. പിന്നെ ചക്ക ആയതുകൊണ്ട് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ ചാൻസ് കുറവ്. അതുകൊണ്ട് നമ്മളൊരല്പം വെള്ളം ചേർക്കണം. അധികം വെള്ളം വേണ്ട, വളരെ കുറച്ച് മതി. എന്നിട്ട് ഇതൊന്ന് വേവട്ടെ. പിന്നെ അതിന് മുമ്പ് നമ്മളൊരല്പം ഗരം മസാല, ബിരിയാണി മസാല ചേർക്കുന്നു. നമ്മൾ തലശ്ശേരി ബിരിയാണിക്കുണ്ടാക്കിയ ബിരിയാണി മസാലയാണിത്. അത് ചേർക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ അല്പം ചോറിൻ്റെ മുകളിൽ ഞാൻ ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചക്ക ഇരുന്ന് അല്പം വെന്തോട്ടെ. അപ്പോൾ ഇനി നമ്മൾ ബിരിയാണി ചോറുണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമ്മൾ അല്പം പശു നെയ്യ് ചേർക്കുകയാണ്. 1 ടീസ്പൂൺ പശു നെയ്യാണ് ഇത് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കും. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ. ഇനി നമ്മൾ ചേർക്കേണ്ടത് കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം, ഇത്ര ഐറ്റങ്ങളാണ് ചേർക്കാനുള്ളത്. അത് ചേർത്ത് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കും. ആ വെള്ളം നമ്മൾ 2 കപ്പ് അരിയല്ല എടുത്തിരിക്കുന്നത്. 2 കപ്പ് ആകുമ്പോൾ അതിൻ്റെ 2 ഇരട്ടി 4 കപ്പ് വെള്ളം ഒഴിക്കണം. 4 കപ്പ് വെള്ളം ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. ഒന്ന് ഫ്ലെയിം ഒന്ന് നമ്മുടെ ചക്ക ഒന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൽ അല്പം പൊടികളൊന്നും അല്പം ചേർക്കാനുണ്ട്. പൊടികളൊക്കെ ഇതിനകത്ത് ഉണ്ട്, എങ്കിലും ഒരല്പം നമ്മൾ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തു, കുറച്ച് മതി. മുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി അരി ഇടാം. അപ്പോൾ ഇതിൽ ഇനിയാണ് നമ്മൾ ഉപ്പിടുന്നത്. ഉപ്പിട്ട് നമ്മൾ ഉപ്പ് നോക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ചേർക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ വേണം.
മതി. മൂടി വെക്കാം. അരി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ സിമ്മറിലിടാം. കാരണം വെള്ളം അധികം വരാൻ പാടില്ല. അപ്പോൾ സ്ലോ കുക്കിംഗ് നടക്കേണ്ടതാണ്. അപ്പോൾ ഇനി അധികം കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇളക്കാൻ പാടില്ല, പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരി ഒരു വെള്ളം ഏകദേശം വറ്റിക്കഴിഞ്ഞ് ഒരു 3/4 ഭാഗം 75-80% വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മുടെ ബിരിയാണിയിലേക്ക് ഇത് ചേർക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് നമുക്ക് ഈ റൈസ് ചേർക്കാം. അതിനു മുമ്പ് നമ്മൾ അല്പം മല്ലിയിലയും പുതിനയിലയും ഇതിൻ്റെ മുകളിലൊന്ന് വിതറാം. ഇനി റൈസ് ഇതിൻ്റെ മുകളിൽ ഇത് ഒന്നിച്ചല്ല ചേർക്കേണ്ടത്, ഒരു പകുതിയേ ചേർക്കാവുള്ളൂ. അത് ചേർത്തിട്ട് നമ്മളിത് നിരത്തുക. നിരത്തി കഴിഞ്ഞിട്ട് അടുത്ത പടിയാണ് നമ്മൾ കുറച്ച് മല്ലിയില, മല്ലിയില കുറച്ച് വിതറണം. പുതിന ഇലയും വിതറാം. പിന്നെ നമ്മുടെ അടുത്ത ബിസ്തയാണ്. ഇതിനാണ് ബാക്കി വെച്ചിരുന്നത് ഞാൻ ബിസ്ത. പിന്നെ അടുത്തത് നമ്മൾ നെയ്യാണ്. നെയ്യ് ഒരല്പം അവിടെ ഇവിടെ ആയിട്ടൊന്ന് കൊടുക്കണം. ഇനി ബിരിയാണി മസാല കുറച്ച് വിതറാനുണ്ട്. ഇതൊക്കെ ദമ്മിടുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഇനി നമ്മൾ കേവട വാട്ടർ, റോസ് വാട്ടറിന് പകരമായിട്ട് ചേർക്കുന്നത് കുറച്ച് ചേർത്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചോറിടാം. അതുപോലെ തന്നെ നമ്മൾ ഈ ചോറൊന്നുകൂടെ നിരത്തുക. നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ബാക്കിയുള്ള മല്ലിയില, പുതിന ഇല നമുക്ക് ഇതിൻ്റെ മുകളിൽ വിതറാം. പിന്നെ ബിരിയാണി മസാല, ബാക്കിയുള്ള ബിസ്ത, ബിസ്തയ്ക്ക് സവാള വറക്കുമ്പോൾ സൂക്ഷിക്കണം, അധികം കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നിങ്ങളൊന്ന് എടുക്കണം. നമുക്ക് അല്പം നെയ്യ് കൂടെ ചേർക്കാം. കേവട വാട്ടർ, നമുക്ക് മൂടി വെക്കാം. ഈ മൂടിയിൽ ഇതിൻ്റെ ദ്വാരത്തിൽ ഞാനൊരു പേപ്പർ കടത്തിയിട്ടുണ്ട്. ഇതധികം ഗ്യാസ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ താഴെ ഞാനൊരു പഴയ ദോശക്കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഈ ബിരിയാണി അധികം പെട്ടെന്ന് വെന്ത് പോവില്ല. ചെറു തീയിലിങ്ങനെ ഒരു 20 മിനിറ്റെങ്കിലും ഇത് ദം ഇടുക. ഇതിനാണ് ദം ഇടുക എന്ന് പറയുന്നത്. ദം ഇട്ടിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ 20 മിനിറ്റായി ദം ഇട്ടിട്ട്
നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം. ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റണം. ഇതിൻ്റെ അടിയിൽ ചക്കയുണ്ട്. ഇതിന് പകരം ചിക്കൻ കഷ്ണം ഉണ്ടെങ്കിൽ അതുപോലെ ചിക്കൻ ബിരിയാണി ആകും. അങ്ങനെ നമ്മുടെ ചക്ക ബിരിയാണി ഇവിടെ ആയിരിക്കുകയാണ്. കട്ടഹൽ ബിരിയാണി, ജാക്ക് ഫ്രൂട്ട് ബിരിയാണിയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കഴിക്കണമെന്ന് തോന്നുന്നുണ്ടാവുമല്ലോ എല്ലാവർക്കും അല്ലേ? നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ചിക്കൻ്റെ അത്രയും ടേസ്റ്റ് വരില്ലെങ്കിലും മോശമല്ലാത്തൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ നല്ല വെള്ളച്ചോറായിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മുടെ ചക്ക കഷ്ണങ്ങളുണ്ട്. രണ്ടെണ്ണം മുകളിൽ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചക്ക കഷ്ണങ്ങളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷിക്കുക. വലിയ ചിലവൊന്നുമില്ലല്ലോ. ഏതായാലും ചിക്കൻ വാങ്ങുന്ന പൈസയൊന്നും വേണ്ട. ചക്ക മാത്രമാണ്, ചക്ക മാത്രം. പിന്നെ ഉള്ളത് ഈ ചക്ക വറുത്തെടുക്കാനുള്ള എണ്ണയുടെ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. എണ്ണ വേണം, അല്ലാണ്ട് പറ്റില്ല. ചക്ക വറുത്തെടുത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചക്ക ബിരിയാണി ഇവിടെ ഇതിൻ്റെ പരിപാടി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയേണ്ട നേരമായിട്ടുണ്ട്, അല്ലെങ്കിൽ എപ്പിസോഡ് നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അധികം കൂടുതൽ നീട്ടുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. നമ്മുടെ ഈ ചാനലൊന്ന് നിന്ന് പോകണ്ടേ. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. അത് നിങ്ങൾ പോയി നോക്കുക. അപ്പോൾ ഇന്ന് ഇതോടുകൂടി ഈ പരിപാടി ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഇവിടെ പറയുന്നു, നമസ്കാർ, ജയ് ഹിന്ദ്.